അവരുടെ കയ്യിലെ ഈ വടി ഉണ്ടല്ലോ, ദണ്ഡ എന്ന് വിളിക്കുന്ന മുളവടി, അതുകൊണ്ടുള്ള ആദ്യത്തെ അടി കൊണ്ടത് മാപ്പിളയുടെ മുസ്ലിമിന്റെ പുറത്തല്ല, നമ്മുടെ ഒന്നും നെഞ്ചത്തല്ല, അതുകൊണ്ട് അത് ദളിതന്റെ പുറത്താണ്. എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് വേടന്റെ പുറപ്പാട്. വേടന്റെ ഓരോ വാക്കുകളും ആയിരക്കണക്കിന് മൂർച്ചേറിയ അമ്പുകളേക്കാൾ മൂർച്ചയുണ്ട്. വേടൻ ഇവിടെ സ്വന്തം ജീവൻ തന്നെയാണ് പണയം വെക്കുന്നത്. കോടിക്കണക്കിന് ദളിതന്മാർ ഇന്നും സ്വയം സവർണർ എന്ന് വിളിക്കുന്നവരുടെ കാൽച്ചുവട്ടിൽ അടിമകളാണ്. അത് തിരിച്ചറിഞ്ഞ വേടൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള തന്ത്രപ്പാടിലാണ്. അതറിയാത്ത ദളിതന്മാർ ഇന്നും വേടന് നേരെ കല്ലെറിയൽ. ജയ് ശ്രീരാം ഓരോ വിളിക്കും ഓരോ നിരപരാധികളാണ് ഇവിടെ പിടഞ്ഞു വീഴുന്നത്. അത് എന്തുകൊണ്ട് ഈ ദളിതന്മാർ മനസ്സിലാക്കുന്നില്ല? യഥാർത്ഥത്തിൽ RSSന്റെ ദണ്ഡ കൊണ്ട് അടികൊണ്ട് പിടഞ്ഞത് ഓരോ ദളിതനുമാണ്, അല്ലാതെ ഇസ്ലാമും ക്രിസ്ത്യാനിയുമല്ല. യഥാർത്ഥത്തിൽ മുസ്ലിം മതക്കാർ ദളിതന്മാരെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. കാരണം 21 കാലഘട്ടങ്ങളിൽ ദളിതന്മാർ സവർണറുടെ കാൽച്ചുവട്ടിലെ ചെരുപ്പായിരുന്നു. ആ 21 കാലഘട്ടത്തിൽ മലബാർ കലാപം കൊണ്ട് ഒരുപാട് ദളിതന്മാർക്ക് ഇന്ന് സവർണറുടെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തത് യഥാർത്ഥത്തിലും മാപ്പിള കലാപമാണ്.